ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐശ്വര്യ സുരേഷ് ഒഫീഷ്യൽ. ഇന്ന് ഞാൻ കരുതി എൻ്റെ സീരിയലിൽ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ച് കുറച്ച് ചോക്കേഴ്സ് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല, കുറച്ച്. ഇത് കൂടുതലും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസും ഫോട്ടോയും ഞാനൊരു സ്ക്രീൻഷോട്ടായിട്ട് സൈഡിൽ കൊടുത്തേക്കാം. ആൻഡ് യെസ്, അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഒരു ചോക്കേഴ്സ് ഇട്ട്, ഇത് മീഷോയിൽ നിന്നല്ല, ഇതെനിക്ക് വ്യാസിൻ്റെ അമ്മ വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് എവിടെയോ ഇഷ്ടപ്പെട്ട് എനിക്ക് തന്നതാണ്. ഇതിൽ മാല വരുന്നുണ്ട്, കമ്മൽ വരുന്നുണ്ട്, നെറ്റിച്ചുട്ടിയും വരുന്നുണ്ട്. കമ്മൽ ഇതാണ് മാല ആൻഡ് കമ്മൽ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു നെറ്റിച്ചുട്ടി കൂടി ഉണ്ട്. ഓക്കെ, ആക്ച്വലി സെൻറ്റർ പാർട്ടീഷൻ എടുക്കാമെന്നുണ്ടെങ്കിൽ നെറ്റിച്ചുടി ഇടുന്നത് കുറച്ചുകൂടി കൊള്ളാമായിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് സെറ്റ്. അത് പക്ഷേ മീഷോയിൽ നിന്നല്ല, അടുത്ത കാണിക്കാൻ പോകുന്ന മീഷോയിൽ നിന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ചോക്കർ സെറ്റ്. ഇത് ഞാൻ നമ്മുടെ ഏതുജന്മ കൽപ്പനയിൽ സംഗീതല്ല മെഹന്തി അതെ മെഹന്തി സീക്വൻസിൽ ആ ഒരു കോസ്റ്റ്യൂമിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഹെവിയാണ്, പക്ഷെ അധികം റേറ്റ് ഒന്നുമില്ല. എനിക്കൊന്ന് 200 or 221 ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അടുത്ത ഒരു സെറ്റ് വരുന്നത്, ഇത് ആക്ച്വലി മാലയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഇത് മാലയുടെ ആ ഒരു ലെങ്ത് ഇല്ല. ഒന്നെങ്കിൽ നമുക്ക് കയ്യിലിടാൻ പറ്റുന്ന ഒരു ഷെയ്ഡായിരിക്കാം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ മാലയിട്ടിടാം. ആൻഡ് ഇതിൻ്റെ കമ്മൽ കുറച്ച് ഹെവി കേട്ടോ. നേരത്തെ ഇതിൻ്റെ പിങ്ക് വെച്ച് നോക്കുമ്പം ഇതധികം വെയിറ്റ് ഇല്ല. പക്ഷെ ഇട്ടപ്പം കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യുന്നു. പിങ്കിൻ്റെ അത്ര വെയിറ്റ് ഇല്ല, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു നെറ്റിച്ചുട്ടി വരുന്നുണ്ട്. അടുത്തത് മീഷോ എന്നുള്ളൊരു സെറ്റാണ്. ഇതൊരു ലാവൻഡർ കളറാണ് വരുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാനൊരു കാര്യം, ഇതിൻ്റെ കോമ്പിനേഷൻ ഗോൾഡ് ആൻഡ് ലാവൻഡറാണ്. എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ആ ഒരു ചോക്കർ. ഇതാണ് അതിൻ്റെ കമ്മൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മ അടുത്തത് ഭയങ്കര സിമ്പിളായിട്ടുള്ള, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചോക്കർ സെറ്റാണ്. പക്ഷെ ഇതുവരെ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഇതേപോലത്തെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നൊരു സെറ്റാണ്. കമ്മൽ ഭയങ്കര ചെറുത്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അടുത്തതും ഒരു സിമ്പിൾ ഒരു ചോക്കർ സെറ്റാണ്. ഇതും ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കമ്മൽ ട്രഡീഷണലിൻ്റെ കൂടെ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ. അടുത്തതൊരു മഞ്ഞ ചോക്കർ സെറ്റാണ്. ഞങ്ങളുടെ ഏതു ജന്മകൽപ്പനയിൽ ഹൽദിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ചിലപ്പോൾ ഇതിടുമായിരിക്കും, ചിലപ്പോൾ ഇതിടില്ലായിരിക്കും. ഇതും ഇതുവരെ ഇട്ടിട്ടില്ല, ഇനി ചിലപ്പോൾ ഇടുമായിരിക്കും. ഇതാണ് അതിൻ്റെ കമ്മൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതും ഒരു മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചേരുന്നതെന്ന് തോന്നുന്നു. സോ അടുത്തതും നേരത്തെ കണ്ട പോലത്തെ ഒരു ചെറിയൊരു ബ്യൂട്ടിഫുൾ ഒരു ചോക്കർ സെറ്റാണ്. ഇതിൻ്റെ ഇയറിങ്സും കുറച്ച് സ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഹാങ്ങിങ് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് മെഹന്തിക്ക് ഇടാമെന്നായിരുന്നു, പക്ഷേ ഫങ്ഷൻ അല്ലേ, കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് നേരത്തെ കാണിച്ച പിങ്ക് ഇട്ടത്. ഇതും മീഷോ, കൂടുതലും മീഷോ എന്നുള്ളതാണ്. ഇതൊരു ഭയങ്കര സിമ്പിളാണ്. അടുത്തതും സിമ്പിൾ ചോക്കർ സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളതൊന്നും എനിക്കിതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇയറിങ്, ഇതും ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പോകുമെന്ന് തോന്നുന്നു. യെസ്, കൊള്ളാം.
അടുത്തത് ഒരു രീതിയിലും ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പോകാത്തത് ഒരെണ്ണമാണ്. ഇതിൻ്റെ ഇയറിങ്സ് കൊള്ളാട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എന്തായാലും ചെയ്തില്ല, ഒരു മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എന്തായാലും നന്നായിരിക്കും. അയ്യോ നല്ല രസമുണ്ട്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എന്തിനു വാങ്ങിച്ചു എന്ന് പോലും എനിക്കറിയില്ല. ഭയങ്കര വലുതാട്ടോ. എന്തെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിക്കായിരിക്കുമല്ലോ. അതിൻ്റെ ഇയറിങ്സ് നോക്കൂ. ഇത് എന്തിൻ്റെ കൂടെ ഇടും എന്ന് എനിക്കറിയില്ല. അയ്യോ അയ്യോ എൻ്റെ അമ്മ. ഇനി ഇത് തീർന്നിട്ടില്ല കേട്ടോ, ഇതിന് ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, നെറ്റ് ചുറ്റിക്കുമുണ്ട്. അയ്യോ എൻ്റെ അമ്മ, ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? ഇല്ലേ, കൂടിപ്പോയി. അടുത്തതും കുറച്ച് വലുതാണ്, ഭയങ്കര വലുതല്ല, കുറച്ചൊരു മീഡിയം, ഒരു ചോക്ക സെറ്റ് റെഡ്. ഇതിൻ്റെ ഇയറിങ്സ്. മാല കാണുമ്പം കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് ഇട്ടപ്പം എനിക്ക് അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അടുത്തത് ഞാൻ സീരിയൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണോ എന്ന് വെച്ചാൽ എല്ലാം തോന്നുന്നു, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു. ഇതൊക്കെ ഒരു മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പോകുന്നതാണ്. കൊള്ളാലോ. അടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഏതൂജമ്മ കൽപ്പനയിൽ ദീപാവലി എപ്പിസോഡിൽ ഞാൻ യൂസ് ചെയ്തൊരു ചോക്ക സെറ്റാണ്. കമ്മലുണ്ടായിരുന്നു ആൻഡ് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കരുതെന്നേ ഞാൻ പറയൂ. കാര്യം കണ്ടോ, ബ്രേസ്ലെറ്റിലും ഇത് കണ്ടോ പൊട്ടി, പിന്നെ അത് ഇവിടെയും പൊട്ടിപ്പോയി അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും വാങ്ങിക്കരുത്. വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കേടോടുകൂടി നോക്കണം. അപ്പം ഇതിൻ്റെ കമ്മൽ അറിയാമല്ലോ, കമ്മൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഈ ഒരു സെറ്റാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ഒരു സിംഗിൾ പീസാണ് രണ്ടിടത്തും വരുന്നത്. അടുത്തതും ഒരു ചെറിയൊരു ചോക്ക സെറ്റാണ്. ഇത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പോയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ കമ്മൽ വരുന്നുണ്ട്, അതൊരു സ്റ്റഡാണ്. കൊള്ളാം, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇട്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇയറിങ്സ് വരുന്നത് ഇതാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. കമ്മൽ ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇട്ടതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര സിമ്പിളായിട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചോക്ക സെറ്റ് കളക്ഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇയറിങ്സ് കളക്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, കോസ്റ്റ്യൂം കളക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം. ഓക്കെ.